വെൽക്കം ബാക്ക്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീരീസ് ആയിട്ട് നമുക്ക് റോബോട്ടിക്സിൻ്റെ ബേസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആർഡിനോ ഐഡിയ എന്താണ്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, റോബോട്ടിക്സ് എന്താണ്, ബേസിക് ഇലക്ട്രോണിക് കമ്പോണൻസ് ആയ ബ്രെഡ് ബോർഡ്, LED, റെസിസ്റ്റർ ഇതൊക്കെ പഠിച്ചു. അപ്പോൾ ആ ഒരു ആർഡിനോ ഐഡിയ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോജക്ട്സിൽ നമുക്ക് LED എങ്ങനെയാണ് ആർഡിനോ ഐഡിയ വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഗ്രാം നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണ് അത് കാണാത്തവർക്കായിട്ട് ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. 9 വോൾട്ടിൻ്റെ ബാറ്ററി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ ഏത് വാല്യുള്ള റെസിസ്റ്റർ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ പ്രോജക്ട്സ് കൂടി നമുക്ക് ചെയ്യാം. ഒരു ഫസ്റ്റ് പ്രോജക്ട്സായി നമുക്കൊരു LED എങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇപ്പം ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ തന്നെ നെഗറ്റീവ് റെയിലിൽ കൊടുത്തു, പോസിറ്റീവ് നമ്മൾ ഇപ്പോഴത്തേക്കൊരു നമ്പറിലേക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് കറക്റ്റായിട്ടൊരു റെസിസ്റ്റർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം 470 ഓമിലുള്ള റെസിസ്റ്റേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് ലെഗിൻ്റെ അതേ സെയിം കണക്ഷൻ വരുന്നൊരു പ്ലേസിലാണ്. സെയിം കണക്ഷൻ ഡിഫറെൻറ്റ് കണക്ഷൻ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാറ്ററി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ 9 വോൾട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി, ഇത് ബാറ്ററി ക്ലിപ്പാണ്. സോ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന വയറാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ഈ ഒരു നെഗറ്റീവ് റെയിലിൽ കണക്ട് ചെയ്യുകയാണേ. പോസിറ്റീവ് നമ്മൾ റെസിസ്റ്ററിൻ്റെ ആ എൻഡ് വരുന്ന പ്ലേസിൽ കണക്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു ഫസ്റ്റ് സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം സെയിം കണക്ഷൻ പറഞ്ഞതാണ്. ഇപ്പോൾ നെഗറ്റീവ് ഞാൻ ഇവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു പ്ലേസിൽ കണക്ട് ചെയ്താലും ഈ ഒരു പ്ലേസിൽ കണക്ട് ചെയ്താലും ഇവിടെ കണക്ട് ചെയ്താലും ഒക്കെ സെയിമാണ്. അതല്ല നമ്മൾ ഈ ഇരിക്കുന്ന ഈ LED ലെഗ് ഇരിക്കുന്ന ഈ ഒരു പേരിന് തൊട്ടിപ്പുറത്ത് റെയിൽ കണക്ട് ചെയ്താൽ ഇതിൽ പരസ്പരം കണക്ട് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ കണക്ഷൻ ഇല്ല. സോ തൊട്ട് നമുക്ക് ഈ ലെഗിൻ്റെ ഈ ഒരു പോർഷൻ തൊട്ട് നമുക്ക് തന്നെ ഇവിടെ വരെയും സെയിം കണക്ഷനാണ്. ഈ ഒരു പോർഷനിൽ ഒരു ഡിവിഷനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു കണക്റ്റിംഗ് വയർ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ബേസിക് ഒരു LED ബ്ലിങ്ക് ചെയ്യിക്കേണ്ടത് 9 വോൾട്ട് ബാറ്ററി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ആർഡിനോ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഒരു LED എങ്ങനെയാണ് ബ്ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചു. അത് ബ്രെഡ് ബോർഡും ബാറ്ററിയും വെച്ചിട്ടാണെങ്കിലും അതല്ല നമ്മൾ ആർഡിനോ വെച്ചിട്ട് മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്കൊരു സീരീസ് ഓഫ് LEDs നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം. അതൊരു നമുക്കൊരു 6 LED നമുക്ക് എങ്ങനെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഡിഫറെൻറ്റ് ഡിലേ കൊടുത്തിട്ട് ഇപ്പോൾ ഒരെണ്ണം ഓണാകുമ്പോൾ അടുത്തത് ഓഫ് ആവുക, കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ടൈം 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത ബ്ലിങ്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു വേവ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഡാൻസിങ് ടൈപ്പിലൊക്കെ നമുക്ക് LED മാറി മാറി കത്തിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ 5 LEDs വെച്ചിട്ട് ഒരു LED ചേസറാണ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുപോലെ നമ്മൾ ഈ LEDs എല്ലാം കണക്ട് ചെയ്യുവാണ്. നെഗറ്റീവ് റെയിൽസ് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ആദ്യം നെഗറ്റീവ് റെയിലും പോസിറ്റീവ് നമ്മുടെ ടെർമിനൽ സ്ട്രിപ്സിലും കണക്ട് ചെയ്യാം. LED കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തന്നെ ഒരു 470 ഓമിൻ്റെ റെസിസ്റ്ററാണ് എടുക്കുന്നത്. നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 220 ഓമിൻ്റെ റെസിസ്റ്റർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 470 ഓമിൻ്റെ റെസിസ്റ്റർ ചൂസ് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ടെർമിനൽ സ്ട്രിപ്സിൻ്റെ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും സെയിം കണക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. ഓരോ LED പോസിറ്റീവ് സ്ട്രിപ്സിൽ നിന്ന് നമ്മൾ ഓരോ LED പോസിറ്റീവ് ലെഗിൽ നിന്ന് നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുക. റെസിസ്റ്റേഴ്സും എല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ഈ കോമൺ ആയിട്ട് ഈ LED നമുക്കൊരു ഗ്രൗണ്ട് ലൈൻ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും LED ഒരു ഗ്രൗണ്ട് കൊടുക്കാം. ഞാനിപ്പം ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ ഞാനിതിങ്ങനെ കണക്ട് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ആക്ച്വലി ഇതാണ് ഇവിടെ 2 ഗ്രൗണ്ട് പിന്നുണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് പിന്നുണ്ട്. നമുക്ക് ഇതാണ്ട് ഈ ഒരു ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ഷൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. 2, 3, 4, 5, 6 എന്നുള്ള ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന ഈ വയറിന് പറയുന്ന പേരാണ് ജമ്പർ വയർ എന്ന് പറയുന്നത്. അപ്പോൾ ജമ്പർ വയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ജമ്പർ വയറിന് പറയുന്ന പേരാണ് മെയിൽ ടു മെയിൽ ജമ്പർ വയർ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ 2 എൻഡിലും പിന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ മെയിൽ ടു മെയിൽ ജമ്പർ വയർ എന്ന് പറയുന്നത്. പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. കാര്യം ഈ പല കളർ ഇതിന് കൊടുക്കുന്നത് തന്നെ നമുക്ക് ഡിഫറെൻ്റ് കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ LEDസും ഡിക്ലെയർ ചെയ്തുകൊണ്ട് LED 1 എന്ന് പറയുന്നത് 2ലേക്കും, 2 3ലേക്കും, 3 4ലേക്കും, 4 5ലേക്കും, 5 6ലേക്കും ഓരോ പിന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ആ ഒരു കോഡ് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. കോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ടൂൾസ് എടുക്കുക. ആദ്യം നമ്മളതിൻ്റെ പോർട്ട് ഏതാണെന്നുള്ള ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ബോർഡ് ചൂസ് ചെയ്യുക. ബോർഡ് ഓൾറെഡി ചൂസ് ചെയ്തിട്ട് Arduino Uno. പോർട്ട് നമ്മുടെ ഏത് പോർട്ടാണെന്നുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്ലോഡ് പ്രസ് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. സേവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് സേവ് ചെയ്യാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്. സോ അപ്ലോഡ് ആയിക്കഴിഞ്ഞ് ഇറങ്ങുന്നോ ഇല്ലെങ്കിൽ ഡൺ അപ്ലോഡിങ് എന്നൊരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പോൾ ചെയ്തേക്കുന്ന കോഡെന്ന് പറയുന്നത് LEDs ഓൺ ആഫ്റ്റർ അനദറായിട്ട് ഫോർവേഡ് ബ്ലിങ്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ബ്ലിങ്ക് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഒരു 150 മില്ലി സെക്കൻഡ് ഡിലേ ആണ് ഓരോ LEDക്കും കൊടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഈ LEDസിൻ്റെ ഡിലേസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 150 എന്ന് പറയുന്നത് മില്ലി സെക്കൻഡാണ്. നമുക്ക് 1000 ആകുമ്പോഴാണ് നമ്മൾ 1 സെക്കൻഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിലേസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളൊരു പ്രോജക്ട്സ് ചെയ്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ മറക്കും. സോ ഇന്നത്തെ പ്രോജക്ട്സ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ പ്രോജക്റ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.